നമസ്കാരം. ഞാൻ ഡോക്ടർ ആഷ്ന ഹുസൈൻ, കൺസൾട്ടന്റ് ഫിസീഷ്യൻ, രക്ഷ ആയുർവേദ ക്ലിനിക്, പത്തനാട് പ്രാക്കൽപ്പടി. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവിടെ ഒരു അമ്മ കൂടി ജനിക്കുകയാണ്. പ്രസവശേഷം എല്ലാവരുടെയും ശ്രദ്ധ കുഞ്ഞിലേക്കായിരിക്കും അല്ലേ? എന്നാൽ ആ സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ പരിചരണവും സ്നേഹവും ശ്രദ്ധയും അർഹിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. അത് ആ അമ്മയാണ്. ആയുർവേദത്തിൽ പ്രസവരക്ഷയെ സൂതികാ പരിചരണം എന്നാണ് പറയുന്നത്. ഇത് വെറും ഒരു ശാരീരിക പരിചരണമല്ല, അമ്മയുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന പരിചരണമാണ് പ്രസവരക്ഷ. പ്രസവം കഴിഞ്ഞ ഭൂരിഭാഗം അമ്മമാരും നേരിടുന്ന പ്രധാന രണ്ട് ബുദ്ധിമുട്ടുകളാണ് ഉറക്കമില്ലായ്മയും കടുത്ത മാനസിക സമ്മർദ്ദവും. കുഞ്ഞിനെ നോക്കാനുള്ള അമിതമായ ആശങ്ക, രാത്രിയിലെ ഉറക്കമില്ലായ്മ, ശാരീരിക വേദനകൾ എന്നിവ ഹോർമോൺ വ്യതിയാനവുമായി കൂടിച്ചേരുമ്പോൾ അമ്മമാർ മാനസികമായി വളരെയധികം തളർന്നു പോകാറുണ്ട്. പലരും ഇത് കുറ്റബോധമായി കൊണ്ടു നടക്കാറുമുണ്ട്. എന്നാൽ ഓർക്കുക, ഇത് തികച്ചും സ്വാഭാവികമാണ്. ഈ അവസ്ഥയെ മറികടക്കാൻ ആയുർവേദത്തിൽ കൃത്യമായ മാർഗങ്ങളുണ്ട്. പ്രസവത്തോടെ ഒരു അമ്മയുടെ ശരീരത്തിലെ വാതദോഷം ക്രമാതീതമായി വർദ്ധിക്കും. ഗർഭപാത്രം ചുരുങ്ങാനും ഹോർമോൺ വ്യതിയാനം വരാനും അതുപോലെ തന്നെ ശരീരത്തിലെ പേശികൾ പഴയതുപോലെ ബലപ്പെടുത്താനും ആയുർവേദ പ്രസവരക്ഷ നമ്മളെ സഹായിക്കും. പല സ്ത്രീകളും പറയാറുണ്ട്, പ്രസവശേഷമാണ് എനിക്ക് വിട്ടുമാറാത്ത നടുവേദനയും ക്ഷീണവും തുടങ്ങിയത് എന്ന്. പ്രസവശേഷമുള്ള ആദ്യത്തെ 45 മുതൽ 90 ദിവസം വരെയുള്ള കാലയളവിൽ ശരിയായ പരിചരണം ലഭിക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ, പ്രസവരക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിൽ തനിയെ ചെയ്യേണ്ട ഒന്നല്ല. അമ്മയുടെ ശാരീര പ്രകൃതിയും നോർമലാണോ സി സെക്ഷൻ ആണോ എന്ന് നോക്കി ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ട ഒന്നാണ്. കുഞ്ഞിനെ നോക്കാൻ അമ്മയ്ക്ക് ആരോഗ്യം വേണം. ആ ആരോഗ്യമാണ് ആയുർവേദം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. നിങ്ങളുടെ പ്രസവരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഞങ്ങളുടെ ക്ലിനിക്കുമായി ബന്ധപ്പെടാവുന്നതാണ്.